വൻ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച കടത്തനാട് ലേബർ സൊസൈറ്റി സാമ്പത്തിക തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. സൊസൈറ്റിയുടെ മുൻ ഡയറക്ടറും കേസിലെ ഒന്നാം പ്രതിയുമായ റിനീഷിനെ കോട്ടയം പാലയിൽ നിന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിക്കായി ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അറസ്റ്റ്. റനീഷിനെ കണ്ടെത്താൻ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം വ്യാപിപ്പിച്ചിരുന്നെങ്കിലും ഇയാൾ കേരളത്തിൽ തന്നെ ഒളിവിൽ കഴിയുകയായിരുന്നു. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും ഇഡി. അകത്ത് കയറാതെ പരിശോധന. പിണറായി പണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് ഇഡി എത്തിയത്. ഇന്നലെ 11 മണിയോടെയാണ് ഇഡി സംഘം വീടിന് സമീപത്തെത്തിയത്. പാതിരിയാട് വില്ലേജ് ഓഫീസിൽ നിന്നും ഇഡി സംഘം വിവരങ്ങൾ തേടി. വില്ലേജ് ഓഫീസറെ ഒപ്പം കൂട്ടിയാണ് വീട്ടിലെത്തിയത്. വീടിനകത്ത് കയറാതെയായിരുന്നു പരിശോധന. സ്കെച്ച് പ്ലാൻ സംബന്ധിച്ച വിവരങ്ങളാണ് അന്വേഷിച്ചത്. ഇഡി സംഘം ഇപ്പോഴും കണ്ണൂരിൽ തന്നെ തുടരുന്നതായാണ് വിവരം. ഗതാഗത മന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് 7 ചെല്ലാൻ കുടിശ്ശിക. പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ല. വാഹനത്തിന്റെ പേരിൽ വാഹൻ സൈറ്റിൽ ഗതാഗത നിയമലംഘനത്തിന് പിഴയടയ്ക്കാനുള്ള 7 ചെല്ലാനും കുടിശ്ശികയുണ്ടായിരുന്നു. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുമില്ല. ടൂറിസം വകുപ്പിന് കീഴിലുള്ള KL 01 BQ 0478 നമ്പറിലുള്ള ഈ വാഹനം കേരള സ്റ്റേറ്റ് 160 എന്ന ബോർഡ് വെച്ചാണ് ഓടുന്നത്. മന്ത്രി കാസർഗോഡ് എത്തിയപ്പോൾ ഔദ്യോഗിക പരിപാടികൾക്കായാണ് വാഹനം ഉപയോഗിച്ചത്. പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും വാഹനങ്ങൾ ഈ വാഹനത്തിന് അകമ്പടിയായി ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിന് കാരണമായ ബൈക്ക് തീയിട്ട് നശിപ്പിച്ച നിലയിൽ. കുഴിപ്പള്ളത്തെ ആൾതാമസമില്ലാത്ത സ്ഥലത്തായാണ് ഇന്നലെ ബൈക്ക് തീയിട്ട നിലയിൽ കണ്ടെത്തിയത്. ബൈക്ക് ഇരപ്പിച്ച് ശബ്ദമുണ്ടാക്കിയതിനെ ചൊല്ലി അയൽവാസിയുമായി ഉണ്ടായ തർക്കമാണ് കുഴിപ്പള്ള സ്വദേശി മനു എന്ന് വിളിക്കുന്ന മനോജിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ അയൽവാസിയായ ബിജു, മക്കൾ മിഥുൻ, അമ്പാടി, പ്രായപൂർത്തിയാകാത്ത സുഹൃത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഞായറാഴ്ച വൈകിട്ട് അമ്പാടിയുടെ ബൈക്ക് പെട്രോൾ തീർന്നതിനെ തുടർന്ന് മനുവിന്റെ വീടിന്റെ മുന്നിൽ വെച്ചിരുന്നു. തുടർന്ന് സുഹൃത്തുക്കൾ പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് ബൈക്കിൽ നിറച്ച ശേഷം ഇരപ്പിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ മനു കുത്തേറ്റ് മരിച്ചിരുന്നു. കൈനീട്ടിയിട്ടും പ്രിയദർശിനി ബസ് നിർത്തിയില്ലെന്ന് പരാതി. അധ്യാപികയുടെ ദുരനുഭവത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ച ഗതാഗത മന്ത്രി. സ്വകാര്യ ബസ് സമരദിനത്തിൽ കൃത്യസമയത്ത് സ്കൂളിലെത്താൻ അതിരാവിലെ സ്റ്റോപ്പിലെത്തിയ അധ്യാപികയ്ക്ക് KSRTC ബസ് നൽകിയത് കടുത്ത മാനസിക വിഷമവും സാമ്പത്തിക നഷ്ടവും. തോമാപുരം സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രസതന്ത്രം അധ്യാപിക മിനിമോൾ സേവ്യർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. രാവിലെ 8 മണിക്ക് സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് ഉള്ളതിനാൽ 7:15 തന്നെ മിനിമോൾ കല്ലഞ്ചിറ സ്റ്റോപ്പിലെത്തിയിരുന്നു. ഈ സമയത്താണ് ബന്ദറുക്കയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന KSRTCയുടെ പ്രിയദർശിനി ബസ് വന്നത്. ബസ്സിനുള്ളിൽ തിരക്ക് കുറവായിരുന്നിട്ടും അധ്യാപിക കൈനീട്ടിയിട്ടും ഡ്രൈവർ വണ്ടി നിർത്താൻ തയ്യാറായില്ല.